ഒരു ബെസ്റ്റ് ഓഫർ ഉണ്ട്. ഈ സ്ക്രീനിൽ കാണുന്ന കോഡ് ഉപയോഗിച്ചിട്ട് ഈ പ്രോഡക്റ്റ് മേടിക്കുകയാണെങ്കിൽ അതിനകത്ത് നിശ്ചിത ടൈം പീരീഡിനുള്ളിൽ ഒരു ഓഫർ ഉണ്ട്, ഡിസ്കൗണ്ട് റേറ്റ് കിട്ടുന്നതാണ്. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ എല്ലാ ദിവസവും കട്ട് ചെയ്യാൻ പറ്റാവുന്ന ഒരു സിമ്പിളായുള്ളൊരു ഐഡിയ ആണ് കേട്ടോ പറഞ്ഞിരുന്നത്. അത് റിക്വസ്റ്റഡ് വീഡിയോ ആണ്. ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, അതിനെക്കുറിച്ച് കുറച്ച് ഡൗട്ട്സ് ചോദിച്ചിട്ട്. അപ്പോൾ നമ്മൾ വീഡിയോ ഇട്ടതിൽ ഒരു ഡൗട്ട് വന്നിട്ടുണ്ടായിരുന്നു ഒരു വ്യക്തിക്ക്. അപ്പോൾ അതിനെ കുറിച്ചും കൂടി പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മുടെ ഈ വീഡിയോ. അപ്പോൾ നമ്മൾ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം തന്നെ ഒരു ലൈക്കും കൂടി തരാൻ മറക്കരുത് ഫ്രണ്ട്സ്. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ടൊരു കമൻറ്റ് പ്രതീക്ഷിക്കുന്നു. കമൻറ്റ് കൂടുതൽ പറയുമ്പോൾ മാത്രമാണ് കമൻറ്റ് ഇടുന്നത്, അതുകൊണ്ടാണ് കേട്ടോ കമൻറ്റ് ഇടാൻ പറയുന്നത്. എന്തായാലും ഉറപ്പായിട്ട് പലർക്കും യൂസ്ഫുൾ ആയ വീഡിയോ ആണ്. അപ്പോൾ കമൻറ്റ് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നിങ്ങൾ എങ്ങനെ ചെയ്യാറെന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്താം കേട്ടോ ഫ്രണ്ട്സ്. ഇതുപോലെയാണോ ചെയ്യുന്നത്, അല്ല ഇതുപോലെ എല്ലാം ചെയ്യണമെങ്കിൽ അതിനെക്കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് വെച്ചാൽ ഒന്ന് കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ ഫ്രണ്ട്സ്. ഇതിനായിട്ട് നമ്മൾ അളവുകൾ എടുത്ത് വെച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഒരു ബോഡി മെഷർമെൻറ്റ്സ് പ്രകാരമുള്ള മെഷർമെൻറ്റ്സിന് വെച്ചിട്ടാണ് ചെയ്യേണ്ട കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അതിന് വേണ്ടുന്ന അളവ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്ലീവിൻ്റെ ലെങ്ത് ആണ് വേണ്ടത് ഫസ്റ്റ്. അപ്പോൾ നമ്മൾ ബോഡിയിൽ നിന്ന് മെഷർമെൻറ്റ്സ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 13.5 കിട്ടിയെന്ന് വിചാരിക്കാം. ബോഡി മെഷർമെൻറ്റ്സ് പ്രകാരമാണ് പറയുന്നത് കേട്ടോ, ഒരു 13.5. അപ്പോൾ അത് നമ്മൾ അത്യാവശ്യം ലോങ് സ്ലീവ് ആണെന്ന് മനസ്സിലായല്ലോ. ഷോർട്ട്സ് ആണെങ്കിൽ ഒരു 6-7 അതിനുള്ളിലൊക്കെ വരെ വരുള്ളൂ. എത്ര ഹൈറ്റ് കൂടുതലുള്ളവർക്കാണെങ്കിലും അത്ര വരെ വരുള്ളൂ. പിന്നെ ലോങ് സ്ലീവിലേക്ക് വരുന്നത് കേട്ടോ. അപ്പോൾ ഒരു 13.5 എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് അത്യാവശ്യം ലോങ് സ്ലീവായി. 10ന് മുകളിലേക്കൊക്കെ കടക്കുമ്പോൾ ലോങ് സ്ലീവ് ആയിട്ടോ. അപ്പോൾ പിന്നെ നമുക്ക് സ്ലീവ് ഓപ്പണിംഗ് ആണ് വേണ്ടത്, അതായത് നമ്മുടെ സ്ലീവിൻ്റെ തുമ്പുവണ്ണാണ് വേണ്ടത് കേട്ടോ. അപ്പോൾ അത് എത്രയാണെന്ന് വെച്ചാൽ അത് എടുത്ത് വയ്ക്കുക. പിന്നെ നമുക്ക് വേണ്ടത് മസിൽ വണ്ണാണ്. അതിപ്പോൾ ആം ഹോൾ സ്ട്രെയിറ്റ് റൗണ്ട് എന്നാണ് നമ്മൾ പറയണത് കേട്ടോ. അപ്പോൾ അത് നമുക്ക് കിട്ടിയത് ബോഡി മെഷർമെൻറ്റ് വരുന്നത് 11.5 വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ 11.5 വരുമ്പോൾ നമുക്ക് ആഡ് ചെയ്യേണ്ട മെഷർമെൻറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ബോഡി മെഷർമെൻറ്റ് മസിൽ റൗണ്ട് 11.5 വന്നിരിക്കണമെങ്കിൽ നമ്മൾ അതിൻ്റെ കൂടെ 1/2 ഇഞ്ച് ആഡ് ചെയ്തിട്ട് നമുക്ക് 12 ഇഞ്ചായിട്ടാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ അളവെടുക്കേണ്ടത്. ബോഡിയിൽ നിന്ന് അളവെടുക്കുന്ന രീതിയിലാണ് നമ്മളിപ്പോൾ ഈ ഒരു ഇത് പറഞ്ഞു തരുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ 12 ആകുമ്പോൾ അതിൻ്റെ പകുതി എത്രയാണ്, അപ്പോൾ 6 ഇഞ്ചാണ് വരുന്നത്. പ്ലസ് അതിൻ്റെ കൂടെയാണ് ശേഷം വരുന്നത് നമ്മൾ 1.25 ഇഞ്ച് തയ്യൽ തുമ്പെന്ന് വെച്ചാൽ അതിൻ്റെ സീം എലമെൻറ്റ്സ് ഇടുന്നത് കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് ഇപ്പോൾ മസിൽ വണ്ണം നമ്മളെടുത്ത് സ്ട്രെയിറ്റ് ആയിട്ടുള്ള അളവാണ് മസിൽ വണ്ണം എന്ന് എടുക്കുന്നത്. പിന്നെ നമുക്ക് ആം ഹോൾ കർവ് റൗണ്ട്, അതായത് റിഗാളിങ്ങനെ കുഴിച്ചു വെട്ടുന്ന ആ ഒരു ഭാഗത്തെ അളവ് വണ്ണാണ്. അത് എങ്ങനെ എടുക്കുക ബോഡി മെഷർമെൻറ്റ് പ്രകാരം എന്നുള്ള ഒരു വീഡിയോ ഒക്കെ നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ബോഡിയിൽ നിന്ന് മെഷർമെൻറ്റ് എടുത്തിട്ട് ബ്ലൗസ് തയ്ക്കുന്നു, ബോഡിയിൽ നിന്ന് മെഷർമെൻറ്റ് എടുത്തിട്ട് ചുരിദാർ തയ്ക്കുന്ന ഒരു വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കാണുന്ന കൂടുതൽ ചാനലിലുണ്ട്, കണ്ടു നോക്കി നോക്കൂ. അപ്പം ഇപ്പോൾ ആം ഹോളിൻ്റെ കർവ് റൗണ്ടാണ് എടുക്കേണ്ടത്. അത് ചെരിഞ്ഞിട്ടുള്ള മെഷർമെൻറ്റ് അത് നമുക്ക് വന്നത് 14.5 ആയിരുന്നു വന്നിട്ടുള്ളത്. നമുക്ക് 14.5 ഇഞ്ചാണ് അളവ് വന്നിട്ടുള്ളത്. അതിൻ്റെ കൂടെ നമ്മൾ വീണ്ടും ആഡ് ചെയ്യേണ്ടത് 1/2 ഇഞ്ച് ബോഡി ലൂസ് കൊടുക്കണം. അപ്പോൾ നമുക്ക് 15 ഇഞ്ചാണ് നമുക്ക് കിട്ടുന്നത് ടോട്ടൽ. ഓക്കെ, ഇത് നമ്മൾ ലൈനിങ് ഇല്ലാത്ത സ്ലീവ് കട്ട് ചെയ്യുകയാണെങ്കിൽ മാത്രം കേട്ടോ. ലൈനിങ് ഉള്ളതാണെങ്കിൽ ഈ 1/2 ഇഞ്ചിന് പകരം നമ്മൾ 1 ഇഞ്ചാണ് ആഡ് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി നമുക്ക് അതിൻ്റെ അപ്പോൾ 1/2 ഇഞ്ച് ആഡ് ചെയ്തപ്പോൾ നമുക്ക് 15 ഇഞ്ച് കിട്ടി. 15 ഇഞ്ചിൻ്റെ പകുതി എത്രയാണോ അത് 7.5 നമുക്ക് നമ്മുടെ ആം ഹോൾ കർവ് റൗണ്ട് വരുന്നത്. അതിൻ്റെ കൂടെ നമ്മൾ തയ്യൽ തുമ്പായിട്ട് 1.5 ഇഞ്ച് തന്നെ ആഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്കത് പ്രകാരം ഒരു ലോങ് സ്ലീവ് വരയ്ക്കാം. നമുക്ക് ലെങ്ത്ത് വന്നിട്ടുണ്ടായിരുന്നത് 13.5 അതിൻ്റെ കൂടെ നമുക്ക് ലൈനിങ് ഇല്ലാത്തത് തയ്ക്കുമ്പോൾ നമ്മൾ 1.5 ഇഞ്ചാണ് ആഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് വരുന്നത് ടോട്ടൽ 13.5 കൂടെ 1.5 ഇഞ്ച് ആഡ് ചെയ്യുമ്പോൾ 15 ഇഞ്ചാണ് വരുന്നത്. ഓക്കെ, 15 ഇഞ്ച് വരും കേട്ടോ. അപ്പോൾ ഈ ഇവിടെ നിന്ന് എവിടം വരെയുള്ള അളവിൽ നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് നമുക്ക് 1 ഇഞ്ച് ഉള്ളിലോട്ട് എടുക്കണം. 1 ഇഞ്ച് ഉള്ളിലോട്ട് എടുക്കണം കേട്ടോ ഫ്രണ്ട്സ്. അപ്പോൾ നമുക്ക് ഇവിടെ ആ ഒരു ലെങ്ത് അടയാളപ്പെടുത്താം. നമുക്ക് 13.5 അല്ലാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിവിടെ അടയാളപ്പെടുത്താം. പ്ലസ് 1.5 ഇഞ്ചാണ് തയ്യൽ തുമ്പ്. ഇവിടെ 1 ഇഞ്ചാണ് ഉള്ളിലേക്ക് എടുത്തത് കേട്ടോ. 1 ഇഞ്ചാണ് ഇങ്ങനെ ഉള്ളിലോട്ട് എടുത്തിട്ട് ഇങ്ങനെ വരച്ച് നമ്മുടെ സ്ലീവ് ഓപ്പണിങ് വരയ്ക്കാനായിട്ടുള്ള ഒരു മെഷർമെൻ്റ് ആണ് എടുത്തതാണ് കേട്ടോ. നമുക്ക് വേണ്ടുന്ന അളവ് പ്ലസ് സ്ലീവ് ഓപ്പണിങ്. ഓക്കെ, ഇവിടെ നമുക്ക് തയ്യൽ തുമ്പാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് കേട്ടോ ഫ്രണ്ട്സ്. ഇവിടം വരെയാണ് നമുക്ക് വേണ്ട സ്ലീവ് ഓപ്പണിങ് എന്ന് തുടങ്ങിയ 5 ഇഞ്ചായിരുന്നു സ്ലീവ് ഓപ്പണിങ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ 5 ഇഞ്ചിന് ഇവിടെ വരച്ചു. ഇവിടെ നിങ്ങളുടെ കുറച്ച് കൂടുതലിട്ടു, 1 ഇഞ്ച് കൂടുതലിട്ടു. പിന്നെ ഇവിടേക്ക് ഇങ്ങോട്ട് 1 ഇഞ്ചും കൂടി കൂടുതൽ കടത്തിയിട്ട് എടുക്കുന്നുണ്ട്. അത് നമ്മൾ സ്ലീവ് മടക്കി അടിക്കുമ്പോൾ നമുക്ക് കറക്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ.
അപ്പോൾ നമ്മൾ ഇവിടുന്ന് 1 ഇഞ്ചാണ് ഉള്ളിലേക്ക് എടുത്തുള്ളത്. ഇനി ഇവിടുന്ന് ഇവിടെ ഫുൾ ലെങ്ത്ത് വന്നത് 15 ഇഞ്ചാണ്. അപ്പോൾ നമുക്ക് ഇവിടെ 1 ഇഞ്ച് മടക്കി അടിക്കാനാണ്. ഇവിടെ 1/2 ഇഞ്ച് നമ്മുടെ തയ്യൽ തുമ്പ് പോകും. അപ്പോൾ നമുക്ക് ടോട്ടൽ 13.5 ഇഞ്ച് തന്നെ കിട്ടും. ഇത് ലൈനിങ് ഇല്ലാത്തത്. ഇനി ലൈനിങ് ഉള്ളതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ 1/2 ഇഞ്ച് ഉള്ളോട്ട് എടുത്താൽ മതി, അല്ലെങ്കിൽ 1/4 ഇഞ്ച് ഒരു പോയിന്റ് എടുത്താലും മതി, 1/4 ഇഞ്ച് ഒരു നൂല് എടുത്താൽ മതി കേട്ടോ. അങ്ങനെ എടുത്താലും മതി. കാരണം ഇവിടെ തയ്ച്ചിട്ട് ലൈനിങ് അങ്ങോട്ട് അപ്പുറത്തേക്ക് മറക്കും, ഉള്ളോട്ട് പോകും. അപ്പോൾ അത്രയ്ക്ക് ആവശ്യം വരില്ല. അപ്പോൾ 1 ഇഞ്ച് ഇവിടെ എടുക്കേണ്ട ആവശ്യമില്ല. അങ്ങനെയാണ് നമുക്ക് ലൈനിങ് ഉള്ള സ്ലീവാണെങ്കിൽ എടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഇവിടെ ടോട്ടൽ 15 ഇഞ്ച് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഫോൾഡഡ് സൈഡിന് നമ്മളെടുത്ത് ഇപ്പുറത്തെ സൈഡിലോട്ട് വെക്കുന്നുണ്ട് കേട്ടോ. ഇത് നമ്മുടെ ഭാഗത്തേക്കായിട്ട് ഈ ഒരു ഫോൾഡഡ് സൈഡ് നമ്മുടെ ഭാഗത്തേക്ക്, ഓപ്പൺ സൈഡ് അപ്പുറത്തെ സൈഡിലോട്ടായിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ. ആ ഒരു ഭാഗം നമ്മൾ ശ്രദ്ധിച്ചോളണം. പിന്നെ ഫുള്ളായിട്ടുള്ള ഈ ലെങ്തിൻ്റെ ഇവിടെ നിന്നുള്ള ഭാഗത്തു നിന്ന് ഒരു കാര്യമുണ്ട്, ആ പോയിന്റ് ശ്രദ്ധിക്കണം കേട്ടോ. ഇനി നമുക്ക് മസിൽ റൗണ്ട് ഉണ്ടായിരുന്നല്ലോ, അത് നമുക്ക് എത്ര കിട്ടിയത്? 6 ഇഞ്ചാണ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. പിന്നെ കർവ് റൗണ്ട് കിട്ടിയത് 7.5 ഇഞ്ചാണ് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, ഈ 6 ഇഞ്ചും 7.5 ഇഞ്ചും ജോയിൻ്റ് ആകുന്നത് ഏതാണോ അതിലാണ് നമുക്ക് എന്ത് വേണ്ടത്? ഈ പറഞ്ഞ ക്യാബ് ഹൈറ്റ് കണ്ടുപിടിക്കേണ്ടത്. ഇതാണ് ആ കുട്ടിയോട് ഒരു കസ്റ്റമർ ചോദിച്ച ഒരു ഡൗട്ട്, ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, അതിൻ്റെ ഡൗട്ട്. അപ്പോൾ എത്രയാണ് എടുത്തിട്ടുണ്ടായിരുന്നതെന്ന് വെച്ചാൽ അത് ഒരു വ്യക്തി അനുസരിച്ച് വ്യത്യാസം വരും. എനിക്കിപ്പോൾ ഈ ഒരു മെഷർമെൻറ്റ് പ്രകാരം, ബോഡി മെഷർമെൻറ്റ് പ്രകാരം 6 ഇഞ്ചും സ്ട്രെയിറ്റ് ആയിട്ടുള്ള മസിൽ വണ്ണും അതുപോലെ തന്നെ ചെരിഞ്ഞിട്ടുള്ള അളവ് 7.5 ഇഞ്ച്, ഇത് രണ്ടും ജോയിൻ്റ് ആകുന്നത് എത്രയോ ആ ഇവിടെ നിന്നുള്ള ഈ നമ്മുടെ സ്ലീവിൻ്റെ ലെങ്ത്തിൽ നിന്ന് ഇവിടെ നിന്ന് എത്രത്തോളം താഴ്ത്തേക്ക് ഇറങ്ങും അതാണ് ഒരു വ്യക്തി അനുസരിച്ചുള്ള ക്യാബ് ഹൈറ്റ് വരുന്നത് കേട്ടോ. അപ്പോൾ ഇത് എത്രയാണ് വരുന്നത്? ചിലപ്പോൾ അടുത്ത ആളുടെ അതേ അളവ് ആയിരിക്കണം എന്നില്ല വരുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ആ ഒരു മെഷർമെൻറ്റ് ഞാൻ കമൻറ്റ് ചെയ്ത് പറയാതിരുന്നത്. അപ്പോൾ ഈ ഒരു പോയിൻ്റാണ് പ്രധാനമായിട്ട്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് എന്താ ചെയ്യേണ്ടത്? ഈ ഒരു കുറച്ച് ദൂരം വെച്ചിട്ട് ഇവിടെ നിന്ന് നമ്മളൊരു 6 ഇഞ്ചിൽ ടേപ്പ് വെച്ച് നോക്കും. അതായത് നമുക്ക് ഇവിടെ നിന്ന് 6 ഇഞ്ച് നമുക്ക് ഇങ്ങനെ വെച്ച് നോക്കും. ടേപ്പ് ഇങ്ങനെ വെച്ചിട്ട് 6 ഇഞ്ച് നോക്കി നോക്കും. അപ്പോൾ ഇതിനകത്ത് ഇത്തിരി കുറവാണ്. ഈ ഒരു പേപ്പറിൽ കറക്റ്റ് മെഷർമെൻറ്റ് എടുക്കാൻ പറ്റില്ല, അതുകൊണ്ട് നമ്മൾ ഒരു ഏകദേശം പറയണം. അപ്പോൾ നമ്മളിത് ചെറിയൊരു അളവിൽ ഇങ്ങനെ പിടിച്ച് കാണിക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടെ വരെ 6 ഇഞ്ച് കിട്ടിയെന്നായിരിക്കും. അപ്പോൾ ഈ പോയിന്റിൽ നമുക്ക് 6 ഇഞ്ച് കിട്ടി. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഞാൻ ഇങ്ങനെ വരച്ചിട്ടുണ്ട്. ഇവിടെ നമുക്ക് 6 ഇഞ്ചിൻ്റെ ഒരു അളവ് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, തയ്യൽ തുമ്പ് ഇല്ല, 6 ഇഞ്ച് ബോഡി മെഷർമെൻറ്റിൻ്റെ മസിൽ വണ്ണാണ് പറഞ്ഞത്. അപ്പോൾ 6 ഇഞ്ച് ആകുമ്പോൾ ടോട്ടൽ 12 ഇഞ്ച്. ഓക്കെ, അപ്പോൾ ശരിയായില്ലേ? നമ്മൾ എടുത്തിരിക്കുന്ന മെഷർമെൻറ്റ് കറക്റ്റായില്ലേ? ഓക്കെ, അപ്പോൾ ഈ 6 ഇഞ്ച് ഇങ്ങനെ വന്നുമ്പോൾ നമുക്ക് ഇനി വരേണ്ടത് ചെരിഞ്ഞിട്ടുള്ള അളവ്, അതായത് റിഗാൾ കുഴിച്ചു വെട്ടുന്ന ആ ഒരു മെഷർമെൻറ്റ് 7.5 ഇഞ്ചാണ് വരേണ്ടത്. ആ 7.5 ഇഞ്ച് എങ്ങനെയാണ് വരേണ്ടത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ആയിരിക്കണം വരേണ്ടത്. ഈ ഒരു പോയിന്റിൽ നിന്ന്, ഇപ്പം നമുക്ക് കിട്ടിയ 6 ഇഞ്ച് എന്ന പോയിന്റിൽ നിന്ന് ഈ ഒരു സൈഡിലോട്ടുള്ള ഈ ഒരു പോയിന്റിലേക്ക് നമുക്ക് എന്ത് വരണം? ഈ 7.5 ഇഞ്ച് വരണ്ടോ നോക്കണം. കറക്റ്റ് 7.5 ഇഞ്ച് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ ഇങ്ങോട്ടേക്ക് നേരെ വന്നാൽ നമ്മുടെ 6 ഇഞ്ച് മസിൽ വണ്ണും അതേപോലെ തന്നെ ചെരിഞ്ഞിട്ടുള്ള അളവായ 7.5 ഇഞ്ചും എവിടെയാണോ വന്ന് നമുക്ക് പോയിന്റ് ചെയ്ത് കിട്ടുന്നത്. ചിലപ്പോൾ ഒരുപക്ഷെ ഇതായിരിക്കാം 6 ഇഞ്ചിൽ വെച്ചിരിക്കുമ്പോൾ, ചിലപ്പോൾ ഇവിടെ വരുമ്പോൾ നമുക്ക് 7 ഇഞ്ച് കിട്ടിയെന്ന് 7.5 ഇഞ്ച് കിട്ടിയെന്ന് വരില്ല. അപ്പോൾ ഒരു സ്വല്പം ഇറങ്ങിയിട്ടായിരിക്കും വരിക. അപ്പോൾ ആ ഒരു കറക്റ്റ് പോയിന്റ് ഏതാണോ അതാണ് നമ്മൾ എടുക്കേണ്ടത്. ഇപ്പോൾ ഇവിടെയാണ് നമുക്ക് വന്ന ആ ഒരു പോയിന്റ് ആയിരിക്കും. ഇവിടെ കുറച്ചുകൂടി കയറിയിട്ട് കുറച്ചുകൂടി താഴത്തേക്ക് ഇറക്കിയപ്പോഴാണ് നമുക്ക് 6 ഇഞ്ചും ഇതേപോലെ ഈ സൈഡിലോട്ട് ഇങ്ങനെ വെച്ച് നോക്കുമ്പോൾ അതേ അവിടേക്ക് വരുന്ന 7.5 ഇഞ്ചും കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്. അതായത് നമ്മൾ മസിലിൻ്റെ വണ്ണം ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് പിടിച്ചിട്ടാണ് എടുക്കേണ്ടത്. 6 ഇഞ്ച് ഇവിടേക്ക് ഈ പോയിന്റിലേക്ക് 6 ഇഞ്ച് കറക്റ്റ്. പിന്നെ പുറത്തേക്കാണ് തയ്യൽ തുമ്പ് വരുന്നത്. അപ്പോൾ ടോട്ടൽ റൗണ്ട് 12 ഇഞ്ച് കിട്ടി. ഇനി ഇതേ പോയിന്റിലേക്ക് ഇവിടെ തന്നെ വെച്ചിട്ട് ടേപ്പ് ഇവിടെ തന്നെ വെച്ചിട്ട് വ്യക്തിപരമായ രീതിയിൽ നോക്കുകയാണെങ്കിൽ ടേപ്പ് ഇവിടെ തന്നെ വെച്ചിട്ട് ഈ പറഞ്ഞ 7.5 ഇഞ്ച് മസിലിൻ്റെ വണ്ണം 7.5 ഇഞ്ച് ഇങ്ങനെ വെച്ച് നോക്കുമ്പോൾ 7.5 ഇഞ്ച് കറക്റ്റ് കിട്ടുന്നുണ്ടെങ്കിൽ ഈ പോയിന്റ് തന്നെയാണ് ആ വ്യക്തിക്ക് അനുസരിച്ചിട്ടുള്ള കറക്റ്റായിട്ടുള്ള ആ ഒരു മെഷർമെൻറ്റിൻ്റെ അളവ്. ഓക്കെ, അപ്പോൾ ആ ഒരു പോയിന്റ് കറക്റ്റായിട്ട് എടുക്കാവുന്നതാണ്. എന്നിട്ട് ഈ പോയിന്റിൽ നിന്ന് ഈ പോയിന്റിലേക്ക് ഫ്രഞ്ച് കർവ് വെച്ചിട്ട് കർവ് ചെയ്ത് വരയ്ക്കണം. ഓക്കെ, അങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ഈ ഒരു മെഷർമെൻറ്റിന് ഇവിടെ വരയ്ക്കാം. അപ്പോൾ നമ്മൾക്ക് ഈ ഒരു അളവ് എടുത്തുള്ളത് വ്യക്തി അനുസരിച്ച് ഇപ്പോൾ ക്യാബ് ഹൈറ്റിൻ്റെ ലെങ്ത്ത്, ഇപ്പോൾ മസിൽ റൗണ്ടിൻ്റെയും അതുപോലെ അംഹോൾ കർവ് റൗണ്ടും എടുത്ത ശേഷം വരുമ്പോഴാണ് നമുക്ക് ഇതിൻ്റെ ഇറക്കം എത്രത്തോളമാണെന്ന് മനസ്സിലാവുന്നത്. അപ്പോൾ ഓരോ വ്യക്തി അനുസരിച്ചും ഈ ക്യാബ് ഹൈറ്റ് വരുന്ന വ്യത്യാസം വരുന്നത് ഇങ്ങനെയാണ് കണ്ടുപിടിക്കുക. ഓരോ വ്യക്തികൾക്കും അത് വ്യത്യസ്തമായിരിക്കും. മസിൽ വണ്ണും അതുപോലെ കർവ് റൗണ്ടും തമ്മിൽ രണ്ട് ഓരോ വ്യക്തി അനുസരിച്ചും വ്യത്യാസം വരും. അപ്പോൾ അതിനനുസരിച്ച് ഈ വണ്ണം നിങ്ങളുള്ള ആ ലെങ്ത്തും ആളുകൾക്ക് തമ്മിൽ വ്യത്യാസം വരും.
അങ്ങനെയാണ്, അതുകൊണ്ടാണ് നമ്മൾ അതിൽ കൃത്യമായിട്ട് നമ്മുടെ മെഷർമെൻറ്റ് ആ ഒരു വീഡിയോയിൽ പറയാണ്ടിരുന്നത് കേട്ടോ ഫ്രണ്ട്സ്. അപ്പം അത് വ്യക്തിപരമായ രീതിയിലാണ് നമ്മളിവിടെ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, ഇതാണ് ആ ഒരു പോയിന്റ്. പിന്നെ നമുക്കിനി ചെയ്യാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഫ്രഞ്ച് കർവ് വെച്ചിട്ട് ഇതിൻ്റെ സെൻറ്റർ കാൽക്കുലേറ്റ് ചെയ്യേണ്ട, ഈ ഒരു ലെങ്ത്തിൻ്റെ സെൻറ്റർ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഹൈറ്റിൻ്റെ പകുതിക്കും ഒരു 1/4 ഇഞ്ച് മുകളിലോട്ട് എടുക്കണം. ഇങ്ങനെ വെച്ചിട്ട് അപ്പോൾ ഇത് പകുതിയായി, ഇത് പകുതി വന്നു, പകുതിയേക്കാളും ഒരു 1/4 ഇഞ്ച് മുകളിലോട്ട് കടത്തിയിട്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് പകുതിക്കും ഒരു മുകളിലോട്ട് ഒരു കടത്തി വയ്ക്കുമ്പോൾ ഉള്ള ഒരു ആ മെഷർമെൻറ്റ്. അപ്പോൾ ഈ ഒരു പോയിന്റിലേക്ക് എന്ത് വേണം, ഇവിടെ നിന്ന് ഇങ്ങോട്ട് മുകളിലോട്ട്, ഇവിടെ നിന്ന് ഇങ്ങോട്ട് താഴത്തോട്ടും വരും. ഫ്രഞ്ച് കർവ് വെച്ചിട്ട് വരയ്ക്കാം കേട്ടോ. നമ്മൾ ഈ ഒരു പോയിന്റിലേക്ക് കണക്ട് ചെയ്തിട്ട് ഇത് മുകളിലോട്ട് ഇവിടെ എത്തുമ്പോൾ ഒരു 3/4 ഇഞ്ചെങ്കിലും മിനിമം ഒരു 3/4 ഇഞ്ചെങ്കിലും ഇതിൽ ഈ ഒരു ലൈനിൽ തന്നെ കടത്തിയിട്ട് കണക്റ്റഡ് ആക്കിയിട്ട് വരക്കണം. വല്ലാണ്ട് ഇങ്ങോട്ട് കടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അതോടെ പൊള്ളച്ച പോലെ നിൽക്കും, അതായത് ഡ്രസ്സ് വീർത്ത് നിൽക്കുന്നത് പോലെ തോന്നും ഓരോ വ്യക്തി അനുസരിച്ചും. ചിലർക്ക് അത് ഭയങ്കര ബോറായിട്ട് വരും. പക്ഷേ ഇവിടെ നിന്ന് ഒരു 3/4 ഇഞ്ചൊക്കെ എടുക്കുകയാണെന്ന് വെച്ചാൽ ഇവിടെ നിന്ന് സ്ട്രെയിറ്റ് ആയിട്ട് ഇതിൽ തന്നെ ഈ ഒരു ലൈനിൽ തന്നെ കടന്നു പോവുകയാണെങ്കിൽ അത് ഓരോ വ്യക്തികൾക്കും അത് സ്യൂട്ടായിരിക്കും, നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ ആ ഒരു രീതിക്കാണ് നമ്മളിവിടെ വരയ്ക്കേണ്ടത്, ഈ മുകളിലോട്ട് ഇങ്ങനെ കടത്തി വെച്ച് വരയ്ക്കേണ്ടത് ഭാഗം. അപ്പോൾ നമ്മൾ ഇങ്ങനെയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. നമുക്കിത് ഫ്രീ ഹാൻഡ് ആയിട്ട് വരയ്ക്കാവുന്നതേ ഉള്ളൂ കേട്ടോ ഫ്രണ്ട്സ്. എന്നിങ്ങനെ ശേഷം നമ്മൾ ഇങ്ങനെ വരച്ച് കഴിഞ്ഞാൽ നമുക്കൊരു കാര്യം ചെയ്യാനുണ്ട്. അതായത് ഇത് ചെയ്തിട്ട് നമ്മൾ ആ ഒരു അളവ് ഉണ്ടായിരുന്നില്ലേ നമ്മുടെ കർവിൻ്റെ ആ ഒരു മെഷർമെൻറ്റ്, അത് കറക്റ്റ് ആണെന്ന് നമ്മൾ ചെക്ക് ചെയ്യണം. അതേ മെഷർമെൻറ്റ് തന്നെയാണ് വന്നത് എന്ന് നമ്മൾ ചെക്ക് ചെയ്യണം. അതായത് ഈ പറഞ്ഞ 7.5 ഇഞ്ച് ഇവിടെ നിന്നിട്ട് ഇങ്ങനെ വെക്കുമ്പോൾ കറക്റ്റാണോ എന്നത് നമ്മളൊന്ന് ചെക്ക് ചെയ്യേണ്ടതുണ്ട്. മനസ്സിലായോ? ഈ ഒരു പോയിൻ്റാണ് നമ്മൾ അതിനകത്ത് ശ്രദ്ധിക്കേണ്ടത്. അതിനുശേഷം നമുക്ക് ചെയ്യേണ്ടത് ഇവിടെ നിന്ന് ഇങ്ങടേക്കുള്ള നമ്മുടെ തയ്യൽ തുമ്പ് സീം അലവൻസ് നമ്മൾ ഇപ്പോഴത്തോട്ട് ഇട്ട് കൊടുക്കും. ഓക്കെ, തയ്യൽ തുമ്പ് ഇട്ട് കൊടുത്തു. അതിനുശേഷം നമുക്ക് ഈ ഒരു പോയിന്റിൽ നിന്ന് ഈ ഒരു പോയിന്റിലേക്കും ശരിയായ മെഷർമെൻറ്റ്, അതായത് ശരിക്കുള്ള ബോഡി മെഷർമെൻറ്റ് ഇതാണല്ലോ പോയിന്റ് വന്നിട്ടുള്ളത്. ഇവിടെ നമുക്ക് തയ്യൽ തുമ്പാണ്. അപ്പോൾ ഈ ഒരു മെഷർമെൻറ്റിന് ശരിയായ രീതിയിൽ നമ്മുടെ ബോഡി മെഷർമെൻറ്റിൻ്റെ സ്ലീവ് ഓപ്പണിങ്ങിൻ്റെ ആ ഒരു പോയിന്റ് ഉണ്ടല്ലോ അതിലേക്കും കണക്ട് ചെയ്യണം. ഇതിലേക്ക് ഔട്ടറിലേക്കും ഇതിലേക്കും കണക്ട് ചെയ്യണം. കണക്ട് ചെയ്ത് വരയ്ക്കുമ്പോൾ ഇത് നമുക്ക് തുടക്കക്കാർക്ക് വേണ്ടിയിട്ട് സ്ലീവ് വരയ്ക്കാനായിട്ട് ഉള്ളിലോട്ട് വരുന്ന രീതിയിൽ കടത്തി വരയ്ക്കുന്ന സ്ലീവ് ലെങ്ത്ത് കൂടുന്നതിനനുസരിച്ച് ഉള്ളിലോട്ട് കർവ് ചെയ്ത് വരയ്ക്കുന്ന രീതിയിലുള്ള സ്കെയിലൊക്കെ അവൈലബിൾ ആണ്. അല്ലെങ്കിൽ ഫ്രീ ഹാൻഡായിട്ട് വരയ്ക്കുന്നവർക്ക് അങ്ങനെ തന്നെ ചെയ്യാവുന്നതാണ്. ഫ്രീ ഹാൻഡായിട്ട് വരയ്ക്കുകയാണെങ്കിൽ ഏത് മെഷർമെൻറ്റ് വന്നാലും നമ്മൾ ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ വരച്ച് പോയിക്കൊണ്ടിരിക്കും. നമ്മൾ സ്കെയിൽ വെച്ച് വരയ്ക്കുകയാണെങ്കിൽ അതില്ലാണ്ട് നമുക്കത് ചെയ്യാനൊരു ബുദ്ധിമുട്ടും വരും. അപ്പോൾ നമ്മൾ തുടക്കം മുതൽ ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് കുഴപ്പമില്ല, നമുക്ക് ഇങ്ങനെ വരയ്ക്കാവുന്നതാണ്. ഓക്കെ, കുറച്ച് ഉള്ളിലോട്ട് കർവ് ചെയ്ത രീതിയിലാണ് നമ്മൾ ഈ ഒരു ഭാഗത്ത് വരയ്ക്കുന്നത്. ഓക്കെ, ആദ്യം നമ്മളിങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ഒരു പോയിന്റ് ഇട്ട് കൊടുക്കുക. അതിന് ശേഷം നമുക്ക് ഇങ്ങനെ വരയ്ക്കുമ്പോൾ നമുക്കത് എളുപ്പമായിട്ട് വരും. ഓക്കെ, മനസ്സിലായി? ചെറുതായിട്ട് ഉള്ളിലോട്ട് നേരിയ രീതിയിലാണ് ഉള്ളിലോട്ട് ഇങ്ങനെ കർവ് ചെയ്ത് വരയ്ക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഈ ഒരു പോയിന്റ് ഇതിലേക്ക് ഇങ്ങനെ, ഇതാണ് നമ്മുടെ തയ്യൽ തുമ്പ് വന്നിട്ടുള്ള ഒരു മെഷർമെൻറ്റ്. ഓക്കെ, ഇനി നമുക്ക് എന്താ ചെയ്യാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഭാഗത്തിൻ്റെയും തമ്മിൽ ഫ്രണ്ടിലോട്ട് കടന്നു വരുന്ന ഭാഗം ചെറുതായിട്ടൊന്ന് കുഴിച്ച് വിടണം. അപ്പോൾ ഈ ഒരു ഭാഗത്തിൻ്റെ ഇതിൻ്റെ സെൻറ്ററിലോട്ട് വരുമ്പോൾ ഇതിൻ്റെ പകുതിയുടെ പകുതി, ഇപ്പോൾ ഈ ഒരു പകുതി ആ പകുതിയുടെയും പകുതി. ഓക്കെ, ഇവിടെ എത്തുമ്പോൾ ഒരു 1/4 ഇഞ്ച് താഴത്തോട്ട് ഇറങ്ങുന്ന രീതിയിൽ, ഒരുപാടൊന്നും വേണ്ട, വളരെ നേരിയ രീതിയിൽ വരച്ചാൽ മതി കേട്ടോ. ഒരുപാട് ഷേപ്പ് ആക്കുമ്പോൾ വല്ലാണ്ട് വ്യത്യാസം വരും. ഓക്കെ, ഇത്രത്തോളം നമ്മൾ ചെറുതായിട്ട് ഒന്ന് ഇങ്ങനെ കർവ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ചെറുതായിട്ട് ഒന്ന് ഫ്രണ്ട് ഭാഗത്ത് മാത്രം ഷേപ്പ് ഇട്ട് വരച്ചു കൊടുക്കുന്നു. അപ്പോൾ ഈ ഒരു ഭാഗം ചെറുതായിട്ട് ഒന്ന് ഇതിൻ്റെ സെൻറ്ററിൽ എത്തുന്നതിന് ഭാഗത്തോട്ട് ഒരു 1/4 ഇഞ്ചോളം നമ്മൾ താഴത്തേക്ക് ഇറക്കിയിട്ട് വരയ്ക്കുന്നത്. എന്നാൽ ഈ സ്റ്റാർട്ടിങ്ങിലോട്ടിട്ട് അത്രയധികം ഇറക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, ഈ ഒരു പോയിന്റിൽ നിന്ന് കുറച്ച് ദൂരം ഇങ്ങോട്ട് അതിനൊപ്പം തന്നെ വയ്ക്കണം. ഇതിൻ്റെ ഒപ്പം തന്നെ ഇരുന്നോട്ടെ. കുറച്ച് ദൂരം കഴിഞ്ഞ ശേഷം തുടങ്ങിയാൽ മതി. അപ്പോഴാകുമ്പോൾ നമുക്ക് സ്ലീവൊക്കെ കറക്റ്റ് സൈഡൊക്കെ ജോയിൻ ചെയ്യുമ്പോൾ ഈക്വൽ ആവാനായിട്ട് എളുപ്പമുണ്ടായിരിക്കുക. ഇവിടെ നിന്നേ ഒക്കെ എടുത്ത് വരുമ്പോഴൊക്കെ നമുക്ക് ഇവിടെ സ്ലീവിൻ്റെ 4 ഭാഗം കൂടി ജോയിൻ്റ് ആക്കുന്ന പോയിന്റ് ഉണ്ടല്ലോ, അത് ചിലപ്പോൾ കയറി ഇറങ്ങി വരാനും സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് നമ്മൾ ഇതിൽ തന്നെ കുറച്ച് ലൈനിൽ കുറച്ച് ദൂരം നമ്മൾ സെയിം അളവിൽ തന്നെ പോകണം. അതിന് ശേഷം വേണം നമ്മളൊന്ന് ചെറുതായിട്ട് ഒന്ന് കുഴിച്ചെടുത്ത് വരയ്ക്കാനായിട്ട്.
അപ്പോൾ ഈ ഒരു മെഷർമെൻറ്റ് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. പ്രധാന പോയിന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മസിൽ വണ്ണം അതേപോലെ ആ ഒരു കൈക്കുഴി കുഴിച്ചു വിടുന്ന ആ ഒരു പോയിന്റും തമ്മിൽ കണക്റ്റഡ് ആകുന്ന പോയിന്റാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ആ കണ്ടുപിടിക്കുന്ന മെഷർമെൻറ്റ് ഓരോ വ്യക്തി അനുസരിച്ചും ഈ ക്യാപ് ഹൈറ്റിൻ്റെ ഇറക്കം വ്യത്യാസമായിരിക്കും. ആളുകൾ അനുസരിച്ച് വ്യത്യാസം വരും. ഒരാൾക്ക് തന്ന അതേ മെഷർമെൻറ്റ് അല്ല അടുത്ത ആൾക്ക് വരിക. ഓക്കെ, അപ്പം നമ്മൾക്കിനി അത് കട്ട് ചെയ്ത് കാണിച്ചു തരാം. ഇപ്പോൾ ഷോർട്ട് സ്ലീവ് ആണെങ്കിലും നേരിയ രീതിയിലാണ് ഉള്ളിലോട്ട് കടത്തി വരയ്ക്കുന്ന രീതിയിൽ ഉള്ളിലോട്ട് ചെറുതായിട്ടൊരു കർവ് ചെയ്ത രീതിയിൽ വരച്ചാൽ മതി കേട്ടോ. അത് തീരെ കർവില്ലാതെ സ്ട്രെയിറ്റ് ആയിട്ട് സ്കെയിൽ വെച്ച് വരയ്ക്കുമ്പോൾ ആ ഒരു സ്ലീവിന് ഒരു ഭംഗി കുറവാണ്. പ്രത്യേകിച്ച് ലോങ് സ്ലീവിനാണെങ്കിൽ നല്ലോണം ഈ ഒരു ഷേപ്പ് ഇട്ടാൽ മാത്രമേ ഭംഗിയാവുള്ളൂ, അല്ലെങ്കിൽ അത് വളരെ ഒരു വൃത്തികെട്ടതായിട്ട് ഇരിക്കുള്ളൂ കേട്ടോ. സ്ലീവ് കുറച്ച് ഉള്ളിലേക്ക് ഇങ്ങനെ കർവ് ചെയ്ത് വരയ്ക്കണം. അതിന് ഒരു സ്കെയിലുണ്ട്, മേടിക്കാൻ കിട്ടും. പിന്നെ ഇത് നമ്മളെപ്പോഴും ഇങ്ങനെ സെൻറ്റർ നമ്മളിങ്ങനെ ഒരു പോയിന്റ് ഇട്ട് കൊടുക്കണം. പിന്നെ അതിന് ശേഷം നമ്മൾ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഭാഗത്ത് എപ്പോഴും പേന കൊണ്ട് ഉള്ളിലോട്ട്, ഇതിപ്പോൾ പൊട്ട വശത്താണല്ലോ നമ്മളിപ്പോൾ ഇതൊക്കെ അടയാളപ്പെടുത്തിയിരിക്കുന്നത്. നമ്മൾ കർവ് ചെയ്യുന്ന ഭാഗത്ത് എപ്പോഴും ഇങ്ങനെ എന്ത് ചെയ്യണം, നമുക്ക് 2 സ്ലീവ് ഉണ്ടല്ലോ. ഇപ്പോൾ ഒരു സ്ലീവിലാണ് നമ്മളൊരു പേപ്പറിലാണ് ചെയ്തത്. ഇപ്പോൾ 2 സ്ലീവ് ഉണ്ടായിരിക്കും. നല്ല വശം ചേരുന്ന രീതിയിലായിരിക്കും. ഈ പുറത്തേക്ക് നിൽക്കുന്ന ഭാഗം പൊട്ടവശമായിരിക്കും, അപ്പുറത്തെ സൈഡിലുണ്ടായിരിക്കുന്ന ഭാഗം പൊട്ടവശമായിരിക്കും. അപ്പോൾ ഈ പൊട്ടവശത്ത് ഇവിടെയും അതേപോലെ ഈ 2 സ്ലീവും ജോയിൻ ചെയ്ത ഭാഗം അപ്പുറത്തെ സൈഡിലും വരുന്നുണ്ടാവും. ഇപ്പുറത്തെ ഒരു സ്ലീവ് കൂടിയും വരും. അതിന് ശേഷം അതായത് ഇപ്പുറത്തെ ഒരു സ്ലീവ് കൂടിയും വരും. അതിന് ശേഷം ഇപ്പോൾ ഈ സൈഡിൽ ഇതേപോലെ കയറി ചെയ്ത ഭാഗമല്ല. അപ്പോൾ ഈ 2 സൈഡിൽ ഇതുപോലെ ഒരു പോയിന്റ് ഇട്ട് കൊടുക്കണം, ഇങ്ങനെ വരച്ചു കൊടുക്കണം. അല്ലെങ്കിൽ നമ്മൾ ഈ വശം മാറിപ്പോയി കഴിഞ്ഞാൽ സ്ലീവിൻ്റെ ഭംഗി പോകും, ഒപ്പമല്ലാതെ വരും. അപ്പോൾ ഇത്ര മാത്രമേ ഇതിൽ പ്രധാനമായിട്ട് ശ്രദ്ധിക്കാനുള്ളൂ. പിന്നെ ഇത് നമുക്ക് ഫ്രണ്ടിൻ്റെ ഭാഗം നമ്മൾ ചെറുതായിട്ട് ഇങ്ങനെ കുഴിച്ച് വെട്ടിയത് അതുപോലെ തന്നെ കട്ട് ചെയ്ത് മാറ്റാം. ചെറിയ രീതിയിൽ നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് സ്ലീവ് വരുന്നത്, ലോങ് സ്ലീവ് ആണെങ്കിൽ. ഇനിയിപ്പോൾ ലൈനിങ് ഉള്ളതാണെങ്കിൽ ഇത് ഇത്ര പോയിന്റേ വെക്കേണ്ടതുള്ളൂ, വേറെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. 1/4 ഇഞ്ച് ഒരു പോയിന്റേ ഉള്ളൂട്ടോ വ്യത്യാസം. അപ്പം ഇത്രയും ഭാഗം നമുക്ക് അപ്പോൾ ആവശ്യമില്ല. ഓക്കെ, അത് ഇതിൽ ഈ ഒരു ലൈനിൽ നമ്മൾ തയ്ച്ചു മറക്കും. അപ്പോൾ 1/4 ഇഞ്ച് ഒരു പോയിന്റ് അത് ഉള്ളിലോട്ട് പോയിക്കോളും. ഒരു പോയിന്റ്, ഈ 1/4 ഇഞ്ച് ഒരു പോയിന്റ്, ഇത്രയും പോർഷൻ നമുക്ക് 1/4 ഇഞ്ച് ഒരു പോയിന്റ് ഉള്ളിലോട്ട് പോവുകയും ചെയ്യും. അപ്പോൾ ഈ ഒരു ഭാഗത്തിൽ ആകെ ഇത്ര മാത്രമേ ചെയ്യാനുള്ള ലൈനിങ് ഉണ്ടെങ്കിൽ ലൈനിങ് ഇല്ലാത്തതിൽ വ്യത്യാസം അത്രയേ ഉള്ളൂ. അപ്പോൾ സ്ലീവിൻ്റെ കട്ടിങ് കയറും നമ്മളിന്ന് ഫുൾ സ്ലീവിൻ്റെ കട്ടിങ് കയറും നമ്മൾ പറഞ്ഞത്. പ്രധാന പോയിന്റിന് കസ്റ്റമൈസ് ചെയ്യുന്ന രീതിയാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ബോഡി മെഷർമെൻറ്റിൽ നിന്നാണ് ചെയ്തിട്ടുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. അതിനോടുകൂടി ആഡ് ചെയ്യുന്ന മെഷർമെൻറ്റ് നമ്മൾ അളവെടുത്തതിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുന്നവർക്കാണ് ഫുള്ളായിട്ട് മനസ്സിലായിട്ടുണ്ടാവുക. അപ്പോൾ ഉറപ്പായിട്ടും കമൻറ്റൊക്കെ പ്രതീക്ഷിക്കുന്നു. നിങ്ങൾ ഇങ്ങനെയാണോ ചെയ്യാറെന്ന് വെച്ചാൽ അതൊന്ന് കമൻറ്റ് ചെയ്യണം. അല്ല വേറെ രീതിയിലാണ് ചെയ്യാറെന്ന് വെച്ചാൽ അങ്ങനെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ പിന്നെ വീഡിയോ ഇഷ്ടമായ ഒന്ന് ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് കാണാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്ത് കാണാനും ശ്രമിക്കാം കേട്ടോ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ, see you.